നമസ്തേ. സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കൊച്ചു കൊച്ചു കാര്യങ്ങൾ എങ്ങനെ ഹിന്ദിയിൽ പറയാം നോക്കാം. പറയൂ, എന്താണ് കാര്യം? അതെങ്ങനെ ചോദിക്കാം? ബോലോ ക്യാ ബാത് ഹേ. ബോലോ, പറയൂ. ക്യാ ബാത് ഹേ, എന്താണ് കാര്യം? നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അതെങ്ങനെ ചോദിക്കാം? ക്യാ ആപ്കോ കുച്ച് ബോൽനാ ഹേ, അല്ലെങ്കിൽ ക്യാ ആപ്കോ കുച്ച് കഹനാ ഹേ, അങ്ങനെയും പറയാം. തുറന്നു പറയൂ, അതെങ്ങനെ പറയാം? ഖുൽക്കർ ബോലോ. ഖുൽക്കർ ബോലോ എന്ന് പറഞ്ഞാൽ തുറന്നു പറയൂ. മൻ ഖുൽക്കർ ബോലോ എന്ന് പറഞ്ഞാൽ മനസ്സ് തുറന്നു പറയൂ. ഒന്നും മറക്കേണ്ട. കുച്ച് ചുപ്പാനാ നഹി. കുച്ച് ബി ചുപ്പാനാ നഹി, ഒന്നും തന്നെ മറക്കേണ്ട. കുച്ച് നഹി ചുപ്പാനാന്നോ അല്ലെങ്കിൽ കുച്ച് ചുപ്പാനാ നഹിന്നോ എങ്ങനെ വേണേലും പറയാം. മുന്നേറൂ. മുന്നേറൂ എന്ന് പറഞ്ഞാൽ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കണ്ടിന്യൂ ചെയ്യൂ എന്നുള്ള അർത്ഥത്തിലാണ്. ആകെ ബെഢോ. ആകെ ബെഢോ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ എന്ത് പറയും? മൂവ് ഓൺ. ഇനി വിട്ടുകളയൂ. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി അതങ്ങ് വിട്ടേരെ, വിട്ടുകളയൂ. അതെങ്ങനെ പറയും? ജാനേദോ അല്ലെങ്കിൽ ഛോടുദോ, രണ്ടും പറയാം. ജാനേദോ അല്ലെങ്കിൽ ഛോടുദോ, ലീവ് ഇറ്റ് അല്ലെങ്കിൽ ലെറ്റ് ഇറ്റ് ഗോ. പരിശ്രമിക്കൂ. അതെങ്ങനെ പറയാം? കോശിഷ് കരോ അല്ലെങ്കിൽ പ്രയാസ് കരോ. കോശിഷ് കരോ, പരിശ്രമിക്കൂ. പ്രയാസ് കരോ എന്ന് പറഞ്ഞാലും അത് തന്നെയാണ്. മേക്ക് ആൻ എഫേർട്ട്. മടിക്കേണ്ട. അതെങ്ങനെ പറയും? ബേചിചക് രഹോ. മടിക്കാതെ ചെയ്യൂ അങ്ങനെ പറയണമെങ്കിൽ ബേചിചക് കരോ അങ്ങനെ പറയാം. ഇംഗ്ലീഷിൽ സ്റ്റേ ഫ്രീ എന്ന് പറയും. ഇനി അവനവനിൽ വിശ്വസിക്കൂ. അതെങ്ങനെ പറയാം? ഖുദ് പർ വിശ്വാസ് രഖോ അല്ലെങ്കിൽ ഖുദ് പർ ഭരോസ രഖോ എന്നും പറയാം. ഇംഗ്ലീഷിൽ അതിന് ട്രസ്റ്റ് യുവർ സെൽഫ്, അവരവരെ തന്നെ വിശ്വസിക്കുക. ഖുദ് പർ വിശ്വാസ് രഖോ അല്ലെങ്കിൽ ഖുദ് പർ ഭരോസ രഖോ എന്നും പറയാം. ഇംഗ്ലീഷിൽ നമ്മൾ ട്രസ്റ്റ് യുവർ സെൽഫ് എന്ന് പറയും. ഇനി പോസിറ്റീവായിരിക്കൂ. നമ്മൾ പറയത്തില്ലേ ആൾക്കാരോട് ഇങ്ങനെ നെഗറ്റീവ് പറയാതെ പോസിറ്റീവായിരിക്കൂ. അതിന് സകാരാത്മക് രഹോ. സകാരാത്മക് രഹോ, ബി പോസിറ്റീവ്. ഇനി നെഗറ്റീവ് ആകാതിരിക്കൂ. അതെങ്ങനെ പറയും? നകാരാത്മക് നഹി ബനോ. നകാരാത്മക് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചിന്ത. നകാരാത്മക് നഹി ബനോ, ഡോണ്ട് ബി നെഗറ്റീവ്. ഇനി ശ്രദ്ധ കേന്ദ്രീകരിക്കൂ. അതെങ്ങനെ പറയാം? ധ്യാൻ കേന്ദ്രിത് രഖേ. ധ്യാൻ കേന്ദ്രിത് രഖേ. ധ്യാൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധ. കേന്ദ്രിത് രഖോ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ള, ഫോക്കസ് ചെയ്യുക. സ്റ്റേ ഫോക്കസ്ഡ്. 2 പ്രാവശ്യം ആലോചിക്കൂ. ദോബാർ സോച്ചോ. ദോബാർ എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം. സോച്ചോ, ആലോചിക്കൂ. ദോബാർ സോച്ചോ, തിങ്ക് ട്വൈസ്. എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് 2 പ്രാവശ്യം ആലോചിക്കൂ. കുച്ച് കർണേ സേ പെഹലെ ദോബാർ സോച്ചോ. അതിൻ്റെ അർത്ഥം നന്നായിട്ട് ആലോചിച്ച് എന്തെങ്കിലും ചെയ്യൂ എന്നാണ്. ഇനി സൂക്ഷിക്കൂ. അതെങ്ങനെ പറയും? ധ്യാൻ രഖോ, ശ്രദ്ധിക്കൂ എന്നുള്ള അർത്ഥം തന്നെയാണ്. ടേക്ക് കെയർ. നമ്മൾ നമ്മളെ തന്നെയോ മറ്റുള്ളവരെയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോഴോ ഒക്കെ ശ്രദ്ധയോടെ സൂക്ഷിച്ച് ചെയ്യുക. അതാണ് ധ്യാൻ രഖ്ന അല്ലെങ്കിൽ ധ്യാൻ രഖോ. ഇനി ശ്രദ്ധാലുവായിരിക്കുക അല്ലെങ്കിൽ ശ്രദ്ധിച്ചിരിക്കുക. അതിന് സാവധാൻ രഹോ. എന്തെങ്കിലും ഒരു കാര്യം നടക്കാൻ പോകുമ്പം അതെങ്ങനെയായിരിക്കും നടക്കുന്നത് അതിനെ കെയർഫുള്ളായിട്ട് ശ്രദ്ധിക്കുക. അതിനാണ് സാവധാൻ രഹോ, ബി കെയർഫുൾ. പുഞ്ചിരിച്ചുകൊണ്ടിരിക്കൂ അല്ലെങ്കിൽ ചിരിച്ചുകൊണ്ടിരിക്കൂ. മുസ്കുരാത്തേ രഹോ. മുസ്കുരാന എന്ന് പറഞ്ഞാൽ പുഞ്ചിരിക്കുക. മുസ്കുരാത്തേ രഹോ, പുഞ്ചിരിച്ചുകൊണ്ടിരിക്കൂ. കീപ് സ്മൈലിംഗ്. കീപ് സ്മൈലിംഗ്. പക്വത കാണിക്കൂ. സമജ്ദാരി ദിഖാവോ. സമജ്ദാരി എന്ന് പറഞ്ഞാൽ പക്വത. സമജ്ദാരി ദിഖാവോ, പക്വത കാണിക്കൂ. കീപ് വിസ്ഡം. ശാന്തമായിരിക്കൂ. അതെങ്ങനെ പറയാം? ശാന്ത് രഹോ. ശാന്ത് രഹോ, സ്റ്റേ കാം. ഈ നിമിഷം ആസ്വദിക്കൂ. അതെങ്ങനെ പറയും ഹിന്ദിയിൽ?
ഇസ് പൽക്ക ആനന്ദുലോ. ഇസ് പൽക്ക ഈ നിമിഷത്തിൻ്റെ, ആനന്ദുലോ ആസ്വദിക്കൂ അല്ലെങ്കിൽ സന്തോഷിക്കൂ. ഇസ് പൽക്ക ആനന്ദുലോ. എൻജോയ് ദ മൊമെൻറ്റ്. എൻജോയ് ദ മൊമെൻറ്റ്. അനുഗ്രഹിക്കൂ. അതെങ്ങനെ പറയും? ആശീർവാദ് ദോ. ആശീർവാദ് എന്ന് പറഞ്ഞാൽ അനുഗ്രഹം. അനുഗ്രഹം തരൂ. ആശീർവാദ് ദോ. ഗീവ് ബ്ലെസ്സിങ്സ്. എന്നോട് ക്ഷമിക്കൂ. അതെങ്ങനെ പറയാം? മുझे മാഫ് കർ ദോ. മുझे മാഫ് കർ ദോ. ഐ ആം സോറി. സത്യസന്ധനാകൂ അല്ലെങ്കിൽ സത്യസന്ധത പാലിക്കൂ. അതെങ്ങനെ പറയും? ഈമാൻദാർ ബനോ. ഈമാൻദാർ എന്ന് പറഞ്ഞാൽ സത്യസന്ധൻ. ഈമാൻദാർ ബനോ എന്ന് പറഞ്ഞാൽ സത്യസന്ധനാകൂ. ബി ഓണസ്റ്റ്. ശ്രദ്ധിച്ച് കേൾക്കൂ. ധ്യാൻ സെ സുനോ. ധ്യാൻ സെ സുനോ. ധ്യാൻ സെ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച്, സുനോ കേൾക്കൂ. ലിസൺ കെയർഫുള്ളി. ധ്യാൻ സെ സുനോ. വീണ്ടും ശ്രമിക്കൂ. ഫിർസെ കോശിഷ് കറോ അല്ലെങ്കിൽ ഫിർസെ പ്രയാസ് കറോ. രണ്ടിലേത് വേണമെങ്കിലും പറയാം. ഫിർസെ കോശിഷ് കറോ അല്ലെങ്കിൽ ഫിർസെ പ്രയാസ് കറോ. ട്രൈ അഗെയിൻ. ഇത് മുഴുവനാക്കൂ. ഇസെ പൂരാ കറോ. പൂരാ കർണ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്യുക. ഇസെ പൂരാ കറോ. മേക്ക് ഇറ്റ് ഹാപ്പൻ അല്ലെങ്കിൽ ഇത് സംഭവിപ്പിക്കൂ എന്നുള്ള അർത്ഥമാണ്. അത് ചെയ്യൂ എന്നുള്ളത്. ഇസെ പൂരാ കറോ. ഇത് മുഴുവനാക്കൂ. സമയനിഷ്ഠ പാലിക്കൂ. അതെങ്ങനെ പറയാം? സമയ് പർ രഹോ. സമയ് പർ രഹോ. അതായത് എന്ത് കാര്യവും സമയത്ത് തന്നെ ചെയ്യൂ. കൃത്യനിഷ്ഠ പാലിക്കൂന്നും അല്ലെങ്കിൽ സമയനിഷ്ഠ പാലിക്കൂന്നും പറയാം. ബി പങ്ക്ച്വൽ. ഇനി ആരോഗ്യത്തോടെ ഇരിക്കൂ. അതെങ്ങനെ പറയാം? സ്വസ്ഥ് രഹോ. സ്വസ്ഥ് രഹോ. സ്റ്റേ ഹെൽത്തി. സ്വസ്ഥ എന്ന് പറഞ്ഞാൽ ആരോഗ്യം. സ്വസ്ഥ് രഹോ ആരോഗ്യത്തോടെ ഇരിക്കൂ. സ്റ്റേ ഹെൽത്തി. വിനയത്തോടെ ഇരിക്കൂ. വിനമ്ര രഹോ. വിനമ്ര രഹോ. സ്റ്റേ ഹംബിൾ. ഇനി സ്ട്രോങ് ആയിരിക്കൂ അല്ലെങ്കിൽ ശക്തനായിരിക്കൂ. അതെങ്ങനെ പറയും? മജ്ബൂത്ത് ബനോ. മജ്ബൂത്ത് സ്ട്രോങ് എന്നർത്ഥം. മജ്ബൂത്ത് ബനോ. ബി സ്ട്രോങ്. നന്ദിയുള്ളവനാകൂ. ആഭാരി ബനോ. ആഭാരി ബനോ. ബി ഗ്രേറ്റ്ഫുൾ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ വളരെ ചെറിയ ചെറിയ 1-2 വാക്കുകൾ ചേർത്ത് ഹിന്ദിയിൽ പറയാൻ വേണ്ടി പഠിക്കാനുള്ള രീതിയിലുള്ള ചെറിയ ചെറിയ ഫ്രേസസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. വീണ്ടും വീണ്ടും കേട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം. പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. താങ്ക്